ഹലോ. അപ്പം ഇന്ന് നമ്മളുടെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും രുദ്രയും കൂടിയിട്ട് കുട്ടനാട് വരെ ഒന്ന് പോവാണ് കേട്ടോ. നമ്മളുടെ ദേവുട്ടിയുടെ ഒരു സംഘനൃത്തം വരുന്നുണ്ട് നമ്മളുടെ ഉപജില്ലയിലേക്ക്. നമ്മളെ വട്ടനാട് സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി, നമ്മളെ സ്കൂളിലല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി ഞങ്ങളൊന്ന് കുട്ടനാട് വരെ പോയതാണ് കേട്ടോ. പോയിട്ട് അവിടുത്തെ ഒരു കടയിൽ കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യമേ മറന്നു. നമ്മൾ പണ്ടത്തെ നമ്മളുടെ ഗോൾഡ് വാങ്ങിക്കാൻ പോയിരുന്ന സാന ജ്വല്ലറി ഉണ്ടല്ലോ, ആ ജ്വല്ലറി മാറ്റി വേറെ ബിൽഡിങ്ങിലേക്കാക്കി. ഇപ്പോൾ ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ഫാൻസി കടയുണ്ട്, അവരുടെ തന്നെ തോന്നുന്നു. അടിപൊളി ഫാൻസി സാധനങ്ങൾ. അവിടെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോഴേ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമായിട്ട് മറന്നുപോയി. അതാണ് ഉണ്ടായത്. ഇപ്പോൾ ഞാൻ വാങ്ങിയ സാധനം ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അവൾക്ക് 1-2 സാധനമേ വാങ്ങാൻ പോയുള്ളൂ, പക്ഷെ അവിടെ പോയി കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. പിന്നെ ഇതാ നമ്മൾ നേരെ വീട്ടിൽ വന്നു. ഒരു ഷേക്കൊക്കെ കുടിച്ചിരുന്നുണ്ട് അപ്പോൾ വരുന്ന വഴിക്ക്. എന്നിട്ട് ഇത് നമ്മൾ വീട്ടിലൊക്കെ വന്ന് രാത്രിക്കുള്ള പരിപാടിയിലാണ്. ചോറ്, അതുപോലെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കി വെക്കണം. കാരണം ഇപ്പം ഭയങ്കര വിശപ്പാണ്. പിള്ളേർക്ക് എന്നല്ല, നമുക്കായാലും ഭയങ്കര വിശപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളധികം വീട്ടിൽ തന്നെ ഓരോന്നും ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അധികം ബേക്കറിയും കാര്യങ്ങളൊന്നുമല്ല, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇതാ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അടുക്കളയിട്ട് വിറകൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരുന്നു. പിന്നെ വേഗം പോയി മെയിൽ കഴുകുന്നത് ഞാനാണ് കേട്ടോ വിളക്ക് വയ്ക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമല്ല, പിള്ളേരൊക്കെ നല്ല കളിയിലും ഇതിലൊക്കെയാണ്. അപ്പോൾ പിന്നെ അവരെ വിളിച്ചതാക്കാനൊന്നുമില്ല, ഞാൻ വേഗം പോയി മെയിൽ കഴുകി. എനിക്ക് കാരണം വിറകും ഇതൊക്കെ കൊടുവച്ചപ്പോൾ എന്തായാലും നല്ല അഴുക്കായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും വേഗം മെയിൽ കഴുകാൻ വിചാരിച്ചു. പിന്നെ എൻ്റെ മെയിൽ കഴുകൽ അല്ലെങ്കിൽ ഒരുപാട് വഴുകിപ്പോവും. അപ്പോൾ അത് വേഗം ചെയ്തു. ഞാൻ തന്നെ വിളക്ക് വെച്ചു. അപ്പോഴേക്കും പിള്ളേരൊക്കെ രണ്ടാളും മെയിൽ കഴുകാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിച്ചിരുന്നു. അതിന് ശേഷം പഠിക്കായിരുന്നു. അപ്പോഴാണ് അമ്മ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുന്നു കൊടുത്തത് പിള്ളേർക്ക്. അപ്പോൾ അവർ അതേറ്റിരുന്ന് പിന്നെ തിന്നലായി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഊണൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ വെള്ള ചിരട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. വെള്ളച്ചിരട് ഉണ്ട് എന്ന് കേൾക്കണത് തന്നെ ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. ഡാൻസിനൊക്കെ പോണ കുട്ടികൾക്കും അവരമ്മമാർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അത് ഈ വള നമുക്ക് ടീച്ചർമാരാണ് വാങ്ങി തന്നത്. കാരണം നമ്മളവിടുത്തെ പാരൻസ് കുറേ അന്വേഷിച്ച് അവർക്കൊന്നും കിട്ടിയില്ല പറഞ്ഞു. പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല എവിടേക്കും. അപ്പോൾ അവരൊക്കെ പോയിട്ട് കിട്ടാത്തത് പിന്നെ ഞാൻ പോയിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ ടീച്ചർമാരെന്തായാലും കോസ്റ്റ്യൂം എടുക്കാൻ പോകുമ്പോൾ പട്ടാമ്പിന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ എല്ലാ മക്കൾക്കും അവിടെ നിന്ന് തന്നെ വാങ്ങിയപ്പോൾ നമ്മൾ അതിൻ്റെ പൈസ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ള യൂപ്പിന് ഇതുപോലെ മുല്ലപ്പൂ സ്ലൈഡ്, പിന്നെ നമ്മളുടെ സൂചിപ്പിന്ന്, പിന്നെ എന്താ കറുത്ത ഒരു കെട്ടിച്ചരട്, പിന്നെ പിള്ളേർക്ക് 2-3 ബ്രഷ്. അത് ഇതിൽ പെടില്ല, ഞാൻ പോയപ്പോൾ വാങ്ങിയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.